കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ ഞായറാഴ്ച ഉച്ചമുതൽ കണ്ട കടൽ കയറുന്ന പ്രതിഭാസം കള്ളക്കടൽ ആണ് എന്ന് ദേശീയ സമുദ്രസ്ഥിതി ഗവേഷണ കേന്ദ്രം സ്ഥിരീകരിച്ചു. നേരത്തെ അതുമായി ബന്ധപ്പെട്ട വാർത്ത ശരണ്യ നൽകുകയും ചെയ്തിരുന്നതാണ്. തെക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ 2024 മാർച്ച് 23 ഇന്ത്യൻ തീരത്ത് നിന്ന് 10,000 കിലോമീറ്റർ അകലെ ഒരു ന്യൂനമർദ്ദം രൂപപ്പെടുകയും മാർച്ച് 25 ഈ ന്യൂനമർദ്ദം ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തെക്ക് ഭാഗത്തേക്ക് നീങ്ങുകയുമുണ്ടായി. ഇതിന്റെ ഫലമായാണ് തെക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ 11 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ സൃഷ്ടിക്കുകയും ആ തിരമാലകൾ പിന്നീട് ഇന്ത്യൻ തീരത്തേക്ക് എത്തുകയും ചെയ്തത് എന്നാണ് ശാസ്ത്രീയമായ വിശദീകരണം. കേരള തീരത്തും ലക്ഷദ്വീപിലും മാർച്ച് 31 രാവിലെയാണ് ഈ ഉയർന്ന തിരമാലകൾ ആദ്യമായി അനുഭവപ്പെട്ടത്. അടുത്ത 2 ദിവസത്തേക്ക് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് ഈ പ്രവണത കാണാനും സാധ്യതയുണ്ട് എന്നത് നിരീക്ഷിക്കുമ്പോൾ ആ 2 ദിവസം കഴിഞ്ഞു പോയി എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ ആശ്വസിക്കാം. പക്ഷേ എന്തുകൊണ്ട് ഇതിങ്ങനെ ശാസ്ത്രീയമായി വിശദീകരിക്കുമ്പോൾ നേരത്തെ അറിയിക്കാൻ സാധിച്ചില്ല എന്ന വിമർശനമാണ് കഴിഞ്ഞ ദിവസം ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്തപ്പോൾ അതിഥികൾ ഉൾപ്പെടെ ഉന്നയിച്ചത്. ഇത്തരം പ്രതിഭാസമൊക്കെ തിരിച്ചറിയാനും അതുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പ് നൽകുവാനും ഒക്കെയുള്ള സംവിധാനം നമുക്കുണ്ട് എന്ന് അവർ പറയുന്നു. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള അറിയിപ്പ് ലഭിച്ചിരുന്നില്ല എന്ന് തീരദേശവാസികൾ കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്.